പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. തിരുവചന പഠനത്തിനായിട്ട് ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. തിരുവചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് വീണ്ടും നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ഹെഡിങ്ങിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായ ചിന്തകളാണ് 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 13-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രബോധന ഭാഗമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നാം ചിന്തിച്ചു, സ്വാതന്ത്ര്യത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള പ്രബോധനം. 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ. രണ്ടാമത് നമ്മൾ ഓർത്തത് ദീർഘക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കുമുള്ള പ്രബോധനം. 10-ാം അധ്യായത്തിന് 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. മൂന്നാമത് നമ്മൾ ഓർത്തത് പഴയ നിയമ ദൃഷ്ടാന്തങ്ങളിലൂടെ വിശ്വാസത്തിനായുള്ള പ്രബോധനം. അത് 11-ാം അധ്യായം നമ്മൾ ഓർക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ ചിന്തിച്ചത് നാലാമത് വിശ്വാസ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്കായുള്ള പ്രബോധനമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാലാമത്തേത് വിശ്വാസ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്കായുള്ള പ്രബോധനം. ഒന്നാമത്തെ ഒരു ശീർഷകം നാം ചിന്തിച്ചു കഴിഞ്ഞു. സഹിഷ്ണുതയോടും ലക്ഷ്യബോധത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ ഓടിയ യേശുവിനെ മാതൃകയാക്കുക എന്നുള്ളതാണ്. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളതിൽ ഓർക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവിക വാഗ്ദത്തങ്ങളും അവകാശങ്ങളും സ്വന്തമാക്കുവാൻ ദീർഘക്ഷമയും സഹിഷ്ണുതയും ആവശ്യമാണ്. അങ്ങനെ വിശ്വാസവീരന്മാർ അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ പ്രബോധിപ്പിക്കുമ്പോൾ അവർ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന പഴയ നിയമത്തിലുള്ള ആ പ്രിയപ്പെട്ടവരൊക്കെ വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്നും വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും അതിപ്രധാനമായ കാര്യമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏകമാർഗം വിശ്വാസമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉള്ളതാണ് എന്ന് ഓർക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഉത്തമോദാഹരണം വിശ്വാസ ജീവിതത്തിൽ ഒരു ദൈവപൈതലിൻ്റെ ഒരു റോൾ മോഡൽ മാതൃക എന്ന് പറയുന്നത് ഈ വിശ്വാസവീരന്മാരല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവാണ്. കാരണം ക്രിസ്തു സഹിഷ്ണുതയോടും ലക്ഷ്യബോധത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ തൻ്റെ വേല നിവർത്തിക്കുകയും തൻ്റെ ഓട്ടം തികച്ചവനായതുകൊണ്ട് ആ ക്രിസ്തുവിനെയാണ് ഒരു ദൈവപൈതൽ എപ്പോഴും നോക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. 3-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, ആകയാൽ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ നോക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു സന്ദേശമെന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും യേശുവിനെ നോക്കുക. രക്ഷയ്ക്കായി, മാതൃകയ്ക്കായി, ആശ്വാസത്തിനായി, എല്ലാറ്റിനായിട്ടും യേശുവിനെ നോക്കുക. അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് സ്ഥിരതയോടുകൂടെ ഓടുന്നവർ പാലിക്കേണ്ടുന്ന മറ്റൊരു തത്വമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അച്ചടക്കത്തോടും വിധേയത്വത്തോടും കൂടെ ഓടുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഓടുക എന്നുള്ളതല്ല, ട്രാക്ക് തെറ്റിച്ചോടുക എന്നുള്ളതല്ല, എന്തെങ്കിലും വിശ്വസിക്കുക എന്നുള്ളതല്ല, മറിച്ച് അച്ചടക്കത്തോടും വിധേയത്വത്തോടും കൂടെ ഓടുക. 12-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 12-ന്റെ 4 മുതലുള്ള വാക്യം.
മനുഷ്യന് കുറെ കാലവും തങ്ങൾ ബോധിച്ച പ്രകാരവും അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഭദ്രനായി തന്നെ ശേഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പാപത്തോട് പോരാടണം. വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപത്തോട് എതിർത്തുകൊണ്ട് പാപത്തോട് ഒരു പോരാട്ടം കഴിച്ചുകൊണ്ട് ഓടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്നെന്നല്ല എല്ലാ കാലഘട്ടത്തിലും പാപവുമായിട്ടൊരു സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പലപ്പോഴും ആളുകൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം വരച്ച ആ ഒരു അതിർവരമ്പാണ്. അപ്പോൾ ആ അതിർവരമ്പിനെ, വിശുദ്ധിയുടെ അതിർവരമ്പിനെ മാറ്റി വരയ്ക്കുവാനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കാറ്. അത് ദൈവത്തിന് പ്രസാദകരമായൊരു കാര്യമല്ല. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ 2ാം കൽപ്പനയുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നമ്മളും ലോകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പാപവും വിശുദ്ധിയും തമ്മിലുള്ള ആ അതിർവരമ്പാണ് ദൈവമക്കളെയും മറ്റുള്ളവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം. പക്ഷെ ഇന്ന് ആ വര എവിടെയാണ് എന്നുള്ളതാണ് നമ്മളത് തേടി കണ്ടുപിടിക്കേണ്ടുന്ന ഒരു അവസ്ഥയായി മാറി. ആ വ്യത്യാസമില്ലാതെയായി. ആ വര നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും ആ വരയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാണൻ പോയാലും എതിർത്ത് നിൽക്കണം. ഇത് പറയുന്നതിനാൽ തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നതിൽ അത് എന്നിലുള്ളതോ അല്ല എൻ്റെ ഭവനത്തിലുള്ളതോ എൻ്റെ സഹപ്രവർത്തകരിലോ സഭയിലോ ഉള്ള തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ ഏതെങ്കിലും കഷ്ടനഷ്ടങ്ങളോ ഏതെങ്കിലും സ്ഥാനഭ്രംശങ്ങളോ ഏതെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായാലും അതിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ധൈര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നമ്മളതാണ് പറഞ്ഞു നിർത്തിയത്. നമ്മളെ അടിസ്ഥാനപരമായിട്ട് ലോകർ വിളിക്കുന്ന പ്രൊട്ടസ്റ്റൻറ്റുകാരാണെന്നാണ്. അപ്പോൾ എന്തിനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്? എനിക്കിഷ്ടമില്ലാത്ത ആളുകളെല്ലാം ചുമ്മാ പ്രൊട്ടസ്റ്റ് ചെയ്യുക, വെറുതെ കൂവുക, ബഹളമുണ്ടാക്കുക എന്നുള്ളതല്ല. എൻ്റെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഏതൊരു കാര്യത്തെയും തോടും വിയോജിപ്പ് പുലർത്തുക എന്നുള്ളതാണ്. അത് എന്നിലോ എൻ്റെ കുടുംബത്തിലോ എവിടെയും. വിശുദ്ധി എന്ന് പറയുന്നതാണ്. എൻ്റെ ദൈവം വെറുക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു. അപ്പോൾ പാപത്തോട് പോരാടേണ്ടത് ആവശ്യമാണ്, പ്രാണത്യാഗത്തോളം. ഒത്തിരി കാര്യങ്ങൾ അതിൽ നമുക്ക് ഓർക്കാൻ കഴിയും. എന്നാൽ മുന്നോട്ട് നമുക്ക് പോകാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെ പാപത്തിൽ തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ എന്ത് ചെയ്യും? ബാലശിക്ഷ കഴിക്കും. അല്ലെങ്കിൽ കർത്താവ് നമ്മെ തിരുത്താനായിട്ട് ഇടയായിത്തീരും. അതാണല്ലോ 5ാം വാക്യം, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? സാധാരണഗതിയിൽ ഈ ബാലശിക്ഷയെ, ദൈവിക ശിക്ഷണത്തെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ താഴെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 9ാമത്തെ വാക്യത്തിൽ ജഡസംബന്ധമായ പിതാക്കന്മാർ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ഇപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യില്ല, എല്ലാ മക്കളും വഴങ്ങണമെന്നില്ല, വണങ്ങണമെന്നില്ല. ചില മക്കൾ എന്ത് ചെയ്യും, മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ പിറുപിറുക്കും, ഇതിനെ എതിര് പറയും. ചില കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവും, എന്നെ അപ്പൻ തല്ലിയത് ഞാൻ എന്നെ തെറ്റ് ചെയ്തുകൊണ്ടാണ്. അവർ ആദ്യമൊക്കെ ഒന്ന് കരഞ്ഞ് മേലൊക്കെ തുടച്ചിട്ട് അവിടെ പോയി അനങ്ങാതിരിക്കും. അത് അവർക്ക് മനസ്സിലാവും. അതവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അഭ്യാസം തികഞ്ഞവർക്കെന്നാണ്. അത് ആ ഒരു ശീലമുള്ളവർക്ക്. അപ്പം ആദ്യം മുതലേ, ചെറിയ പ്രായം മുതലേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ
പ്രബോധിപ്പിക്കുകയും ശിക്ഷിക്കുകയും ബാലശിക്ഷ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് മുതിർന്ന് വരുമ്പോൾ ആ കുഞ്ഞിനത് എൻ്റെ അതേസമയം ചില കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ, ഇവർക്ക് എന്തിൻ്റെയാണ് എന്തിനൊക്കെ ചോദിച്ച് അതിനോട് മറുതലിക്കുക. പൊതുവെ വിശ്വാസ സമൂഹത്തിൽ ഈ ദൈവികമായ ശിക്ഷണത്തെ ഒരു ചാട്ടവാറടിയായിട്ട് ഒരു കോപം ചൊരിയുന്നതായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ദൈവം അവനെ അടിച്ചതാണ്. അപ്പോൾ നമ്മളതിനെ ഒരു വലിയൊരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മോശമായൊരു കാര്യമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അങ്ങനെയല്ല, അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അവിടെ 30-31 വാക്യങ്ങൾ വായിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ, അതായത് ദൈവം നമ്മെ വിധിക്കുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ കർത്താവ് ആരെ ബാലശിക്ഷ കഴിക്കുന്നത്? തൻ്റെ മക്കളെയാണ്. ആരെ കഴിക്കുന്നില്ല? ആർക്ക് ബാലശിക്ഷ കൊടുക്കുന്നില്ല? ലോകക്കാർക്ക് കൊടുക്കുന്നില്ല. ലോകക്കാർക്ക് എന്താണുള്ളത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാവുന്നു. അപ്പോൾ ലോകക്കാർക്ക് എന്ത് വരുന്നു? ശിക്ഷാവിധി വരുന്നു. നമുക്കതില്ല. അതുകൊണ്ട് കർത്താവ് നമ്മെ എന്ത് ചെയ്യാണ്? ബാലശിക്ഷ കഴിക്കുകയാണ്. അപ്പോൾ ആ ബാലശിക്ഷ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെയും നാം ദൈവത്തിന് മക്കളാണെന്നുള്ളതിൻ്റെയും ഒരു തെളിവാണ്, പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കരുത്. അതെ, ദൈവം എന്നെ അടിച്ചതാണ്. കഴിഞ്ഞ ഇപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു 2-3 പ്രാവശ്യം എൻ്റെ ശരീരം മുറിഞ്ഞു. അടുപ്പിച്ച് ഒരാഴ്ചയ്ക്ക്, ഒരു 2-3 ആഴ്ചയ്ക്ക് അടുപ്പിച്ച്. എനിക്കത് മനസ്സിലായി. കർത്താവ് നമ്മെ എന്ത് ചെയ്യാണ്? ബാലശിക്ഷ. മുഖമൊക്കെ മുറിഞ്ഞു, ഈ മൂക്കടക്ക്, ഈ കണ്ണൊക്കെ പോകേണ്ടായിരുന്നു. മരത്തിൽ കയറി വെട്ടിയപ്പോഴാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ നഖം പറഞ്ഞു പോയി. അപ്പം പലപ്പോഴും നമ്മളതിനെ ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ശോധനയാണ്. അത് ശോധനയാണോ ദൈവം നൽകുന്ന വേദനയാണോ എന്നുള്ളത് ആര് തീരുമാനിക്കണം? അടുത്തിരിക്കുന്ന ആളല്ല, മറ്റുള്ളവരെ വിധിയാനല്ല, പിന്നെ നമ്മൾ സ്വയമായിട്ട് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അത് ഞാൻ ദൈവമകനും ദൈവം എൻ്റെ പിതാവുമാണ്. അപ്പോൾ പിതാവ് തല്ലുമ്പോൾ, അടിക്കുമ്പോൾ, ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? തല്ലുന്നു, അടിക്കുന്നു, ശിക്ഷിക്കുന്നു. അങ്ങനെ ശിക്ഷിക്കുമ്പോൾ എന്താ ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മുഷിയരുത്. പിന്നെ ആ ശിക്ഷയെ നിരസിക്കരുത്. അപ്പം നമ്മൾ പറയും, ഒന്നും ശിക്ഷയൊന്നല്ല, അതൊക്കെ ദൈവം ഒരു ശോധനയിൽ കൂടെ കടത്തിവിടുന്ന. ആയിക്കോട്ടെ, അത് കർത്താവ് എന്നെ ബാലശിക്ഷയിൽ കൂടെ കടത്തിവിടുകയാണ് എന്ന് നാം സ്വീകരിക്കുമ്പോൾ, അതെ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ്, ഞാൻ കൂടുതൽ മെച്ചപ്പെടേണ്ടതിന് വേണ്ടി എൻ്റെ പിതാവ് എനിക്ക് നൽകുന്ന അനുഭവമാണ് എന്നുള്ളത് ഏറ്റെടുക്കുമ്പോൾ എന്താ ഗുണം? എന്താണ് ഗുണം? 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി, നമ്മുടെ പ്രോഫിറ്റിനായി, നമ്മുടെ നന്മയ്ക്കായിട്ട്. അപ്പോൾ നാം കൂടുതൽ വിശുദ്ധരായി തീരുവാൻ. അപ്പോൾ കൂടുതൽ വിശുദ്ധരായി തീർന്നാൽ ഒരു പേരും കൂടെ ചേർത്ത് പറയാം. എന്നിട്ട് പറയാം 11-ാം വാക്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. മോർ റൈച്ചസ് ഓർ മോർ പീസ്ഫുൾ ലൈഫ്. അപ്പോൾ ദൈവിക ശിക്ഷണത്തിലൂടെ നമുക്ക് കൂടുതൽ നീതി, കൂടുതൽ വിശുദ്ധി, കൂടുതൽ സമാധാനപൂർണമായ
ജീവിതം കൂടുതൽ പ്രോഫിറ്റ്, കൂടുതൽ നന്മയുണ്ടാകും. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം പാപമാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാനായി കൂടുതൽ വിശുദ്ധിയിലേക്കും നീതിയിലേക്കും, പ്രായോഗികമായ വിശുദ്ധിയിലേക്കും പ്രായോഗിക നീതിയിലേക്കും സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്കും നമ്മെ കൊണ്ടുവരേണ്ടതിനാണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ രണ്ട് കൈയും നീട്ടി എന്ത് ചെയ്യണം? സ്വീകരിക്കുകയും അത് ഓരോ പ്രാവശ്യം തിരിച്ചറിയേണ്ടതും ആവശ്യമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അതിനെ നാം അതിനെ കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. പലരും അതിനെ അവഗണിക്കുകയും തുച്ഛീകരിക്കുകയും നിരസിക്കുകയും അതിനോട് മുഷിക്കുകയും ഒക്കെ ചെയ്യും. മുടിയനായ പുത്രൻ വീട് വിട്ടു പോകാനുള്ള കാരണങ്ങളൊന്നും അതായിരിക്കണം. എന്തിനും അപ്പൻ എന്ത് ചെയ്യുന്നു? അവനെല്ലാത്തിനും കണക്ക് ചോദിക്കുന്നു. നമ്മുടെ ഈ ഹെഡിങ് അതാണ്, വിധേയത്വത്തോടും അച്ചടക്കത്തോടും കൂടെ ഓടുക എന്നുള്ളതാണ്, ട്രാക്കിൽ കൂടെ തന്നെ ഓടുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസ ജീവിതം ഭയങ്കര വിശ്വാസികളായിരിക്കും, പക്ഷെ ട്രാക്ക് തെറ്റിച്ചാൽ ഓടുന്നതെങ്കിൽ അത് പ്രയോജനമില്ല. അപ്പം ആ ട്രാക്ക് തെറ്റുമ്പോൾ പിതാവ് നമ്മെ ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. അത് പലപ്പോഴും ഒരു ഇഷ്ടക്കേട്, ഒരു മുഷിച്ചിലിന്, ദൈവത്തോടൊരു ഇഷ്ടക്കേടിന്, എന്നിട്ട് ആ ട്രാക്ക് തെറ്റിച്ച് പോവുകയാണ്. ഇന്ന് അനേക ആളുകളും ട്രാക്ക് തെറ്റിയാണ് പോകുന്നത്. ഈ ദൈവിക അച്ചടക്ക നടപടികൾക്കും ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അച്ചടക്ക നടപടികൾക്കും വിധേയപ്പെടാൻ മനസ്സില്ലാത്തവരാണ് വലിയൊരു കൂട്ടം ആളുകളും. സഭയുടെ അച്ചടക്ക നടപടികളെ അതിജീവിക്കാനായിട്ട് അനേക സൂത്രങ്ങൾ ഇന്ന് ആളുകളുടെ കയ്യിലുണ്ട്. അനേക സൂത്രങ്ങളുണ്ട്. പല എന്താ പറയുന്നത് അതിന് സമാന്തരമായ കൂട്ടായ്മകളും ഗ്രൂപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങളും സൂത്രങ്ങളും ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ദൈവികമല്ല ഒരിക്കലും. കർത്താവിൻ്റെ ശിക്ഷയെ ദൈവസഭയുടെ ശിക്ഷണ നടപടികൾക്ക് വിധേയപ്പെട്ട് കർത്താവിൻ്റെ ശിക്ഷയ്ക്കും ബാലശിക്ഷയ്ക്കും വിധേയപ്പെട്ട് ജീവിക്കാത്ത ഒരു ദൈവവൈതലിൻ്റെയും ആരാധനയോ ശുശ്രൂഷകളോ ദൈവത്തിന് പ്രസാദകരമല്ല. ആ വ്യക്തി വിശുദ്ധിയിലും നീതിയിലും ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിലേക്ക് വളരുവാനായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയ്ക്കായുള്ള പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ചടക്കത്തോടും വിധേയത്വത്തോടും കൂടെ എന്ത് ചെയ്യണം? ഓടുക എന്ന് പറയുന്നു. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥിരതയോടുകൂടെ ഓടുവാൻ സഹിഷ്ണുതയും ദീർഘക്ഷമയും ആവശ്യമുള്ളതുപോലെ വിധേയത്വവും അച്ചടക്കവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് പോകാം. അതിൻ്റെ 12-13 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിച്ച് അടുത്ത പോർഷനിലേക്ക് തിരികെ. മതി 12-13. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുക. ഒരിക്കലും ഓട്ടം നിർത്തരുത്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല ജീവിതത്തിൽ നടക്കുന്നത്. എങ്കിലും എന്ത് ചെയ്യണം? ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കണം. നിരാശ വരുവാൻ, തളർന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞാഴ്ച നമ്മൾ ഓർത്തുപോലെ ഏലിയാവിനെ പോലെയൊക്കെ നിരാശയും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തി മുടന്തുള്ളത് ഒളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് കാലിന് പാത നിരപ്പാക്കുക. പാത എന്താണ്? പാത എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളെയും വിശ്വാസ ജീവിതത്തിൽ സുഗമമായി ഓടുന്നതിന് പാകത്തിലാക്കി തീർക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നിരാശ കൊണ്ടുവരുന്നത് തെറ്റായ ചിന്താഗതികളിൽ നിന്നാണ്. ഡിസല്യൂഷൻമെൻറ്റ് മേക്സ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന ഒരു പാഠം പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അമിത പ്രതീക്ഷകളാണ് നിരാശ കൊണ്ടുവരുന്നത്.
തെറ്റായ ചിന്താഗതികൾ, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ചിന്താഗതികൾ പലപ്പോഴും നിരാശ കൊണ്ടുവരാം. കർത്താവ് നിരാശനായി തീർന്നില്ല. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ ദൈവഹിതാനുസരണമല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകും? നമ്മുടെ ചിന്താഗതികൾ തെറ്റാണെങ്കിൽ നിരാശ ഉളവാക്കുവാനും നമ്മുടെ പാതയിൽ നമ്മൾ മടുത്തു പോകാനും ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് പാത നിരപ്പാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികളെ, തീരുമാനങ്ങളെ, കാഴ്ചപ്പാടുകളെ ദൈവാനുസരണമാക്കി മാറ്റുക എന്നുള്ളതാണ്. ദൈവഹിതാനുസരണമാക്കി നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും മാറ്റിയാൽ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം സുസ്ഥിരമായിരിക്കും. സ്ഥിരതയോടെ നമുക്ക് ഓടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് നാൾ വളരെ ആവേശത്തോടു കൂടെ പോവുകയും പിന്നീട് അതിന് സ്പീഡ് കുറയുകയും അല്ലെങ്കിൽ കുഴഞ്ഞ് നിരാശയോടുകൂടെ നിബന്ധിക്കാനായിട്ട് ഇടയായിത്തീരും. സുഗമമായി ഓടുന്നതിന് വേണ്ടി അതിനെ ഒരു പാകത്തിലാക്കി തീർക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ തീരുമാനങ്ങളൊന്നും വിശ്വാസ ജീവിതത്തിന് ഒരു തടസ്സമായി തീരാതിരിക്കേണ്ടത് ആവശ്യമാണ്. അത് നാം വളരെ സൂക്ഷിക്കാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. മാത്രമല്ല, നമ്മൾ ഇന്ന് ഓർത്തുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നൽകുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ, കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുമ്പോൾ അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആത്മീക പുരോഗതിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയിലും നീതിയിലും വളരുവാനും ദൈവിക സമാധാനം അനുഭവിക്കുന്നതിനും അത് കാരണമായി തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവത്തോട് പിന്മാറുകയും ബലവൈപ്പുള്ളവയെ കുളച്ച് കലക്കമുണ്ടാക്കി അനേകാദിനം ബന്ധപ്പെടുകയും ആരും ദുർനടപ്പ് കാരണം ഒരു ഉള്ളിൽ ശ്രേഷ്ഠാവകാശം വിട്ടുകളഞ്ഞാൽ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളു. അവൻ പിന്നത്തേക്ക് അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിക്കുന്നു. തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുമല്ലോ. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇതിനു മുമ്പേ ചിന്തിച്ച പല കാര്യങ്ങളോടും യോജിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ വാക്യങ്ങളും നമ്മൾ ചിന്തിക്കാം. എന്നാൽ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ദുർനടപ്പുകാരാകുകയും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനുമായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. എന്നാൽ പിന്നത്തേതിൽ അനുഗ്രഹം ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ഒരു ദൈവവേദലിന് മാനസാന്തരത്തിന് ഇടയുണ്ടോ? ഉണ്ടോ? ദൈവവേദലിന് തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ, വീഴ്ചകളുണ്ടായാൽ മാനസാന്തരത്തിന് ഇടയുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ഏശാവുമായിട്ട് ഉപമിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു പോർഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എത്ര അധ്യായത്തിലാണ്? 6-ാം അധ്യായത്തിൽ. അവിടെ നമ്മൾ കണ്ടു, അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അനുഭവം അതെന്താണ്? അതാണ് ഞാൻ 15 മുതൽ വായിക്കാൻ കാരണം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. അപ്പോൾ രക്ഷ എന്തിനാലാണ്? കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നതിനാലാണ് രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ മാർഗത്തിലേക്ക്, കൂട്ടത്തിലേക്ക് വന്ന ആളുകൾ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അവർ സ്തോത്രം പറയുകയും അവർ ആരാധിക്കുകയും അവർ പല കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ഇവിടെ തന്നെ കണ്ടു. അത് 10-ാം അധ്യായത്തിൽ കണ്ടില്ലേ? 10-ന്റെ 32 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ.
തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ ക്രിസ്തുവിശ്വാസം നിമിത്തം ഈ മാർഗത്തിലേക്ക് വന്നത് നിമിത്തം കഷ്ടങ്ങളും ഉപദ്രവങ്ങളും സമ്പത്തുകളുടെ അപഹാരമൊക്കെ സഹിച്ച ആളുകളും ക്രിസ്ത്യാനിയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, രക്ഷിക്കപ്പെട്ട ആളാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ 6-ാം അധ്യായത്തിൽ പറഞ്ഞത്. സ്വർഗീയദാനം ആസ്വദിക്കുകയും വരുമാനമുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ അതാണ് ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകിയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ കൃപയിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് അത് പൂർണ്ണമായി അംഗീകരിക്കാതെ വിശ്വസിക്കാതെ പിന്മാറിപ്പോയവർ, വിശ്വസിച്ചിട്ട് പിന്മാറിപ്പോയവരല്ല, വിശ്വസിക്കാതെ പിന്മാറിപ്പോയവർ തങ്ങൾക്ക് ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലുള്ള പദവികളെക്കുറിച്ചും ശരിയായ ബോധ്യം ലഭിച്ച ആളുകൾ. ഏശാവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. ഏശാവിന് ബോധ്യം ഉണ്ടായിരുന്നോ? ഉവ്വ്, താൻ ആരാ, ജ്യേഷ്ഠനാണെന്ന്, ജ്യേഷ്ഠാവകാശമുണ്ട് എന്നും ബോധ്യമുണ്ടായിരുന്നു. അത് അപ്പനാൽ കൈവച്ച സമ്പൂർണമായ അനുഗ്രഹവും നിയോഗവും ലഭിക്കുന്നതിന് മുമ്പേ ആ കൃപയെ അദ്ദേഹം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. എന്തിന്? ഒരു ഊണിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി അദ്ദേഹം തള്ളിക്കളഞ്ഞു. അപ്പം ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ എന്താ കാര്യം? യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ ശ്രേഷ്ഠമാണെന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ യഹൂദ മതത്തിലെ ആളുകളുടെ എന്താണ് അവഹേളനങ്ങളും ഉപദ്രവങ്ങളും പരിഹാസവും നിന്ദയും അവരെ പിണക്കാൻ കഴിയാത്ത മനോഭാവമൊക്കെ നിമിത്തം ആരെ ഉപേക്ഷിക്കുന്നു? ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു. അല്ലെ, ക്രിസ്തുവിൽ ലഭിക്കേണ്ടുന്ന ആദ്യജാതൻ്റെ പദവി നമ്മളവിടെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ വീണ്ടെടുപ്പ് അവരുപേക്ഷിച്ച് കളയുന്നു. അതാണ് കൃപയിൽ നിന്ന് നമ്മൾ 15-ാം വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. അപ്പോൾ ഈ ദൈവകൃപ വിട്ട് പിന്മാറുന്ന ആളുകൾ വിശ്വസിച്ചിട്ട് പിന്മാറിയവരല്ല, ഞാനത് വീണ്ടും പറയുകയാണ്. അങ്ങനെ പിന്മാറി, അത് ഗലാത്യലേഖനത്തിൽ ഈ സമാനമായൊരു വാക്കുണ്ട് 5-ാം അധ്യായത്തിൽ, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. അപ്പോൾ അങ്ങനെ പിന്മാറിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവരാൽ ഉളവാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്താണ്? അവരെന്തുണ്ടാകും? കയ്പുള്ള വേര് മുളപ്പിച്ച് കലക്കം ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നാളുകൾ ലിജോയ് സോറൻ യൂദയുടെ ലേഖനത്തിൻ്റെ ക്ലാസ് ഞങ്ങളുടെ താളിക്കുണ്ട് സഭയിൽ എടുത്തിരുന്നു. അപ്പോൾ ആ യൂദയുടെ ലേഖനത്തിലും അപ്പോസ്തലനായ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലും ഏകദേശം സമാനമായ, നമ്മൾ ഓർക്കുന്നത് ഒരാൾ തന്നെയാണോ എഴുതിയെന്ന് തോന്നത്തക്ക വിധത്തിൽ സമാനമായ പ്രസ്താവനകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ കലക്കമുണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന ആളുകൾ, വഴക്കാളികളായ, സ്ഥിരമായി എപ്പോഴെങ്കിലും ഒരിക്കലും അബദ്ധവശാൽ സംഭവിക്കുന്ന കാര്യമല്ലേ പറയുന്നത്, പിന്നെ സ്ഥിരമായിട്ട്. മാത്രമല്ല അവിടെ പറയുന്ന മറ്റൊരു കാര്യം, അതിനാൽ അനേകരെന്താകും? മലിനപ്പെടും എന്ന് പറഞ്ഞാൽ പാപവും അശുദ്ധിയും, ഏത് തരത്തിലുള്ള പാപവും അശുദ്ധിയും അവർ സഹിക്കുന്നവരും അതുമായി സന്ധി ചെയ്യുന്ന ആളുകളുമായിരിക്കും അവർ. കാരണം യഥാർത്ഥമായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന നിരന്തരമായിട്ട് പാപത്തിൽ തുടരാനായിട്ട് ഒരിക്കലും കഴിയില്ല, സാധിക്കില്ല. കാരണം അവരാരാ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല,
ആത്മസ്വഭാവമുള്ളവരത്രേ. അതായത് അത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസത്തെ അത് പറയുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന ഒരാൾ ആരാ? ആത്മസ്വഭാവമുള്ള ആളാണ്, ദൈവമകനാണ്. അപ്പോൾ നിരന്തരമായ പാപത്തിൽ തുടരാനായിട്ട് കഴിയില്ല. പെട്ടെന്ന് വായിക്കാം യൂദയുടെ ലേഖനം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യൂദയുടെ ലേഖനം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കണ്ടോ, അത് അവർ ഇതാരാ? ആത്മാവില്ലാത്ത പ്രാകൃതന്മാരാണ്. അവരുടെ ഒരു പ്രത്യേകത അവിടെ പറയുന്നത് 16-ാം വാക്യത്തിൽ, അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരും സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുമാണ്. ഏത് പാപവും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണ്. തോന്നും അവർ ഈ കൂട്ടത്തിലുള്ളവരാണ്, പക്ഷെ അല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യോടെ അതിനോട് ചേർത്ത് പത്രോസിൻ്റെ 2-ാം ലേഖനം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. 2:9. കർത്തൃത്വത്തെ നിന്ദിക്കുകയും മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നവർ. 13-ാം വാക്യം. അപ്പൊ ദൈവകൃപ വിട്ട് പിന്മാറുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ പറയുന്ന ഒരു കാര്യം, അവർ കലക്കമുണ്ടാക്കുക മാത്രമല്ല, അനേകരെ മലിനപ്പെടുത്തും. ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലങ്ങ് ഇട്ട് കഴിയുമ്പോൾ ആ കുളം എന്ത് ചെയ്യും? ഓളം വെട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏത് വശത്ത് ഇരിക്കുന്ന ചെറിയ മീനുകളെയും ജീവികളെയൊക്കെ ഈ ഓളം എന്ത് ചെയ്യും? അത് ബാധിക്കും. അപ്പോൾ അത് അനേകരെ മലിനപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ദുർനടപ്പുകാരനോ അതുപോലെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ പ്രൊഫൈൻ മേനോ ആകാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം, കരുതണം. അങ്ങനെയുള്ളവരോട് അകന്നു മാറണം എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. അവിടെ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു പോകാം. അതാണ് 14-ാം വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. എല്ലാവരോടും സമാധാനം ആചരിക്കുകയും ശുദ്ധീകരണം ആചരിക്കുകയും അല്ലെങ്കിൽ പ്രാപിക്കുകയും ചെയ്യുവനെന്നാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതല്ല ട്രാൻസ്ലേഷൻ, മറിച്ച് എല്ലാവരോടും സമാധാനം ആചരിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സ്വന്തമായിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ആർക്കാണ് കർത്താവിനെ കാണാനായിട്ട് കഴിയുക? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആരാ കാണും? ആരാ ഹൃദയശുദ്ധിയുള്ള? ദൈവത്തെ കാണുക, നേരിട്ട് കാണുക എന്ന കാര്യത്തിലേക്കാണെങ്കിൽ ആരും എന്തില്ല. അങ്ങനെ ഒരു ശുദ്ധീകരണം ആർക്കും സ്വയമായിട്ട് പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് നമുക്കറിയാം, മാർട്ടിൻ ലൂതർ പറഞ്ഞു, എൻ്റെ വിശുദ്ധി സ്വർഗത്തിലാണ്, എൻ്റെ വിശുദ്ധി സ്വർഗത്തിലാണ്. പറഞ്ഞതിൻ്റെ സാരം, എൻ്റെ ശുദ്ധീകരണം ആരാ? പ്രതിലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ജ്ഞാനവുമായി തീർന്നു. നീതീകരണവും ജ്ഞാനവുമായി 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവാണ് നമ്മുടെ ആര്? ശുദ്ധീകരണം. ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി. ക്രിസ്തുവിലാണ് നമുക്ക് വിശുദ്ധീകരണമുള്ളത്.
അത് സ്ഥാനീയമായി നമ്മളാരാ ശരിക്കും? നമ്മളാരാ? വിശുദ്ധന്മാർ. അത് നമ്മൾ ചെയ്തു നേടിയതാണോ? അല്ല, നമ്മൾ വിശുദ്ധന്മാരാണ്. ആയതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. നമ്മൾ വിശുദ്ധന്മാരാകാൻ വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്നവരല്ല. പിന്നെ ഞാൻ നീതിമാനും വിശുദ്ധനും ആയതുകൊണ്ടാണ് ഞാൻ അതിനനുസൃതമായി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് മുടിയൻ പുത്രൻ പറഞ്ഞ കാര്യം. അതാണ് തത്വം, അതിൻ്റെ തിയറി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുക ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ വിശുദ്ധനാണ്, ക്രിസ്തുവിനോടുകൂടെ അവനോടുകൂടെ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുക? ഇരുത്തിയിരിക്കുകയാണ്. എൻ്റെ സ്ഥാനം സ്വർഗീയമാണ്, ഞാൻ വിശുദ്ധനാണ്, നീതീകരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധ ജീവിതം നയിക്കും. അങ്ങനെ നയിക്കുന്നില്ല എങ്കിൽ, അതാണ് അവിടെ പറഞ്ഞതിൻ്റെ കാര്യം, അങ്ങനെ നയിക്കുന്നില്ല എങ്കിൽ എന്താ തെളിവ്? അതെന്ത് ചൂണ്ടിക്കാണിക്കുന്നു? അങ്ങനെ നയിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധനല്ല, ഈ കൃപയാലുള്ള രക്ഷ പ്രാപിച്ചിട്ടില്ല. അതാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. അനേക വേദഭാഗങ്ങളുണ്ട്. ഒരു വാക്യം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. ഫിലിപ്പിലേഖനം 1:28 വാക്യം മനേന്ന് വായിച്ചിട്ട്. ഫിലിപ്പിലേഖനം 1:28 അതിന് തൊട്ട് മേലത്തെ ഒരു സെന്റൻസ് വായിച്ച്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ. അങ്ങനെ നടക്കുന്നത് എന്താണ്? ഇത് അവരുടെ രക്ഷയ്ക്കും അവരുടെ നാശത്തിന് നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാണ്. അതായത് അവർ നരകത്തിലേക്ക് പോകുന്നവരാണെന്നും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ത്? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുന്നത്. അപ്പോൾ ശുദ്ധീകരണം, വിശുദ്ധമായി ജീവിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യും? കാണുമെന്നുള്ളതാണ്. അപ്പോൾ അത് സ്വയമായി പ്രാപിക്കുന്നതല്ല, ദൈവം നമുക്ക് നൽകിയ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, കൃപയുടെ അടിസ്ഥാനത്തിൽ ആ ദൈവകൃപയെ അനുദിനം പ്രാപിച്ചുകൊണ്ട് നാം നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ കൃപയാൽ പ്രാപിക്കുന്നതാണ് ആ അനുദിന ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അനിവാര്യമായ ഒരു ഘടകമാണ്. അത് പ്രവൃത്തിയിലൂടെ നമ്മൾ തെളിയിക്കേണ്ടതാണ്. നമുക്ക് ലഭിച്ച വിശുദ്ധി, നീതീകരണം അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടത് ആവശ്യമാണെന്നാണ് യാക്കോബിൻ്റെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങൾ, ചില വാക്യങ്ങൾ വായിക്കാം. ഭക്തിയോടും നന്ദിയോടും കൂടെ നമുക്ക് ലഭിച്ച അതിമഹത്തായ പദവിയെ ഓർക്കുക. സ്ഥിരതയോടുകൂടെ ഓടുവാനായിട്ട്, വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുവാനായിട്ട് നാം കുറിക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക പദവി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നു, നമ്മൾ എവിടെ ആയിരുന്നു എന്നും കർത്താവ് നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഭക്തിയോടും നന്ദിയോടും കൂടെ അതിനെ ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് നമ്മൾ എബ്രായ ലേഖനത്തിൽ ആദ്യം മുതൽ ഒരു താരതമ്യമാണല്ലോ. ആ താരതമ്യം ഇവിടെ വീണ്ടും വരികയാണ്. താരതമ്യം. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് വീണ്ടും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകണോ, അവിടെയുള്ള യാഗങ്ങളും വഴിപാടുകളിലും ഞാൻ സംബന്ധിക്കണോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ആകെ ഒരു പാട്ട്, പ്രാർത്ഥന, ആരാധന, ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ.
എന്ന് ചിന്തിക്കുന്നവരോട് പറയുകയാണ്, അയ്യോ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? മോശ പോലും പേടിച്ച് വിറയ്ക്കത്തക്ക വിധത്തിൽ എന്താ ശബ്ദം? അടുത്ത് വരരുത്, അടുത്ത് വരരുത്. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ഒരു മനുഷ്യനോ മൃഗമോ പർവ്വതത്തിൽ തൊടരുത്. നീ അവിടെ ഒരു അതിരുകെട്ടി വേർതിരിക്കണം. പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കുക. അപ്പോൾ അവിടെ കർശനമായിട്ട് പറഞ്ഞാൽ അടുത്ത് വരരുത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് കണ്ട ഒരു വാക്കാണ് എന്താ? അടുത്ത് വരിക. 4-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ അതുകൊണ്ട് എന്താ? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരിക. 10-ാം അധ്യായം 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, എന്നിട്ട് ഒടുവിലത്തെ ആ 2-3 വാക്യങ്ങൾക്ക് ശേഷം പറയുകയാണ്, നാം ശുദ്ധവെള്ളത്താൽ തളിക്കപ്പെട്ടവരും പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അടുത്ത് ചെല്ലുക. അപ്പം അവിടെ അടുത്ത് വരരുത്. അവിടെ ഭീതിപ്പെടുത്തുന്ന അനുഭവമാണ്. ഇവിടെ മറിച്ച് എന്താണ്? കൃപയോടുകൂടെ, മനസ്സലിവോടുകൂടെ, ആർദ്രതയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, കാത്തിരിക്കുന്ന ഒരു രക്ഷകൻ, കാത്തിരിക്കുന്ന ഒരു മധ്യസ്ഥൻ, കാത്തിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് ധൈര്യത്തോടുകൂടെ കൃപയ്ക്കായി, സഹായത്തിനായി അടുത്ത് ചെല്ലുക എന്ന് ഓർപ്പിച്ചിരിക്കുക. അവിടെ പല താരതമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിച്ചു പോവുകയാണ്. പിന്നെ 22-ാം വാക്യത്തിൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ഇന്നതിൻ്റെയൊക്കെ അടുത്തല്ല എന്ന് 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ പറയുകയാണ്, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും. അപ്പോൾ യെരുശലേം എന്ന് പറയുന്ന യഹൂദനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ, അവൻ എപ്പോഴും ഓർക്കുന്ന, അല്ലെങ്കിൽ അവന് മറന്നു കളയാൻ കഴിയാത്ത ഒന്നാണ് യെരുശലേം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയാം, എവിടേക്കാണ് വന്നിരിക്കുന്നത്? നമ്മൾ നശിച്ചു പോകുന്ന ലോകത്തിൽ, ഭൂമിയിൽ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയം നിൽക്കുന്ന ആ യെരുശലേം പട്ടണത്തിലേക്കല്ല. പിന്നെ എവിടേക്കാണ്? സ്വർഗീയ യെരുശലേമിലേക്ക്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, മേലിലുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അത് പറയാൻ കാരണം അവിടെയും ഇതാ വിഷയം. യെരുശലേം പട്ടണത്തെയും ദേവാലയത്തെയും ഒക്കെ ഓർമ്മിപ്പിച്ച് പാവപ്പെട്ട വിജാതീയ വിശ്വാസികളെ പരിച്ഛേദന കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന പരിച്ഛേദനവാദികൾക്കെതിരെ എഴുതുമ്പോൾ പറയുകയാണ്, ആ യെരുശലേം പട്ടണം ഇന്ന് അടിമത്വത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ മേലിലുള്ള യെരുശലേമിനെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? അടിമപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. അതൊരിക്കലും നശിച്ചു പോകാത്തതാണ്. ആ സ്വർഗീയ യെരുശലേമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിലാണ് നമുക്ക് പ്രവേശനമുള്ളത്. അവിടേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. യഹൂദന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ആ നഗരത്തിലേക്ക് ആരോഹണ ഗീതങ്ങളെല്ലാം പാടി കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭൂതി ഞങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ആവശ്യമില്ല. നമ്മളെല്ലാവരും കൂടെ ഈ സ്വർഗീയ യെരുശലേമിൽ ഒത്തുകൂടും. സൈമൻ സാർ അതാണ് പാടിയത്, പൊന്നെരുശലേം അമ്മേ നിന്നെ സ്നേഹിക്കും മക്കൾ തമ്മേ, തിരുമടിയിൽ. ഇടയ്ക്ക് ഒരു വരി വിട്ടുപോയെന്ന് തോന്നുന്നു, അത് കഴിയുമ്പോൾ പാടും. അപ്പോൾ തിരുമടിയിൽ ചേർത്തുകൊണ്ടാലും ചെമ്മേ. ഓ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ യെരുശലേം എന്ത് ചെയ്യും? പിന്നീട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഈ യെരുശലേം, സ്വർഗീയ യെരുശലേം ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. ഓ ദൈവത്തിന് സ്തോത്രം. അവിടേക്കാണ് ഈ സകല വിശുദ്ധന്മാരും ഒരുമിച്ച് ചേരാനായിട്ട് പോകുന്നത്. നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ സ്ഥിരോത്സാഹം, നിങ്ങളുടെ സഹിഷ്ണുത, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ആവേശം ഒട്ടും കുറഞ്ഞു പോകരുത്. നിങ്ങൾ ഏറ്റവും മെച്ചമായ, ഏറ്റവും അനുഗ്രഹീതമായ, താരതമ്യേന ലഭിക്കാവുന്നതിൽ ഏറ്റവും മെച്ചമായ, സർവശ്രേഷ്ഠമായ ഒന്നിലേക്കാണ് നിങ്ങൾക്ക് സർവശ്രേഷ്ഠനായ ക്രിസ്തു നിമിത്തം നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹീത പദവി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് മടുത്തു പോകാതെ വിശ്വാസത്തിൽ
ശുശ്രൂഷകളിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പെടുവാൻ.